ഹലോ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും എക്സൽ ഓൺലൈൻ ക്ലാസ്സിലേക്ക് കൃത്യമായ സ്വാഗതം. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ചാപ്റ്ററിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഒന്നോ രണ്ടോ വീഡിയോകൾ കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷേ അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഡൊമൈൻ റേഞ്ച് എന്നുള്ളത് അത് നമ്മൾ ഒരുപാട് സമയമെടുത്ത് കൃത്യമായി പഠിക്കേണ്ട ഒരു കൺസെപ്റ്റാണ്. അത് നന്നായിട്ട് നിങ്ങൾ പഠിക്കും, നിങ്ങൾ പഠിക്കാനിരിക്കണം, നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിരിക്കും. ഓക്കെ, സുരേഷ് ഗോപിയുടെ ഡയലോഗ് ഉണ്ടല്ലേ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു, ഫംഗ്ഷൻ എന്ത് പറഞ്ഞു എന്നല്ല, ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാണ്. എക്സാമ്പിൾ 10. ലെറ്റ് n be the set of natural numbers. n എന്ന് പറഞ്ഞാൽ എന്താണ്? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. n എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. പിന്നെ എന്ത് തന്നിട്ടുണ്ട്? and the relation r be defined on n such that r is equal to തന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് തന്ന റിലേഷൻ x, y such that y equal to 2x, x, y belongs to n. ഇതിൽ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ഡൊമൈൻ എന്നാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. കോഡൊമൈൻ ആൻഡ് റേഞ്ച് ഈസ് ദ റിലേഷൻ എ ഫംഗ്ഷൻ എന്നാണ് ചോദിച്ചത്. ഈ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദിച്ചത്. എവ്രി റിലേഷൻ നീഡ് നോട്ട് ബി ഫംഗ്ഷൻ, ബട്ട് എവ്രി ഫംഗ്ഷൻ ഈസ് എ റിലേഷൻ. ഓക്കെ, എല്ലാ റിലേഷനും എന്താവണമെന്നില്ല, ഫംഗ്ഷൻ ആവണമെന്നില്ല. പക്ഷെ എല്ലാ ഫംഗ്ഷനും എന്താണ്? റിലേഷൻ ആണ്. ഓർത്ത് വെക്കട്ടോ, എവ്രി റിലേഷൻ need not be a function, but every function should be a relation. Okay, just look at here. Here combination y is equal to x. എന്ത് അറിയുന്നുണ്ട്? ഒരു n with set of natural numbers and the relation are depend on x, y belongs to എന്നാണ് തന്നിട്ടുണ്ട്. x y എന്താണ്? നാച്ചുറൽ നമ്പർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് x ന് 1 കൊടുത്താൽ y എന്തായിരിക്കും? 2. x ന് 2 കൊടുത്താൽ y 4, 3, 6, 1, 2, 3, 4, 8, etc. അങ്ങനെ പോയി ഇൻഫിനിറ്റി വരെ പോലെ. അപ്പോൾ x ന് 1, 2, 3. അപ്പോൾ അതിന്റെ ഡൊമൈൻ എന്തായിരിക്കും? ഡൊമൈൻ 1, 2, 3, 4, etc. ഇൻഫിനിറ്റി. അതായത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ ആണ്. നിങ്ങൾ സെറ്റ് എന്നൊന്ന് 1, 2, 3, etc. ഇതിന്റെ ആവശ്യമില്ല, നേരിട്ട് ഡൊമൈൻ ഈക്വൽ ടു n എന്ന് എഴുതിയാൽ മതി. വാട്ട് ഈസ് its range? Yes, range ആണ് 2, 4, 6, 8 ഈവൻ നമ്പേഴ്സ് ആണ് അല്ലേ? റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈവൻ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എഴുതണം. ഓക്കേ അല്ലേ? അപ്പോൾ ഇതിന്റെ കോഡൊമൈൻ എന്താണ്? what is the codomain of this function? Sorry, this relation. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ല, കോഡൊമൈൻ ചോദിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് എന്താക്കാൻ പറ്റും? കോഡൊമൈൻ ചോദിച്ചിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റും. what is its codomain? yes, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നാച്ചുറൽ നമ്പർ എന്നാണ്. കാരണം എന്താ? x, y belongs to എന്നാണ്. y എന്തിലുള്ളതാണ്? നാച്ചുറൽ നമ്പറിൽ ഉള്ളതായ കൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? y കോഡൊമൈൻ എന്നാൽ എന്താണ്? ഈ റിലേഷൻ ഒരു ഫംഗ്ഷൻ ആണ്. സെറ്റ് എയിലുള്ള എല്ലാ എലമെന്റിനും ഒരു ഇമേജ് ഉണ്ടോ? ബിയിൽ ഉണ്ടല്ലേ? 1 ഇമേജ് ഉണ്ട്, 2 ഇമേജ് ഉണ്ട്, 3 ഇമേജ് ഉണ്ട്, 4 ഇമേജ് ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. എല്ലോ ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ? യെസ്. 1 വേറെ ഇമേജ് ഉണ്ടോ? 2 അല്ലാതെ വേറെ ഇമേജ് ഉണ്ടോ? 2 4 അല്ലാതെ വേറെ ഇമേജ് ഉണ്ടോ? സോ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ because every element in A has unique image in set B. Okay, ഇതട്ടോ, every element in set A has unique image in set B. അത്ര എഴുതിയാൽ മതി. അതുകൊണ്ട് എന്താണ്? ഫംഗ്ഷൻ ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായ ആളുകൾക്ക് വളരെ സിമ്പിൾ ആണ്, മനസ്സിലാവാത്ത ആളുകൾക്ക് 2 വട്ടം കണ്ടാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ വീഡിയോ കൂടി പോസ്റ്റ് ചെയ്തതിനു ശേഷം വീണ്ടും കാണും കേട്ടോ. ഇനി എക്സാമ്പിൾ 11 നോക്കുക. ആർക്കൊക്കെ ബുദ്ധിയുണ്ട് നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ, നിങ്ങളുടെ ബുദ്ധി ചെക്ക് ചെയ്യട്ടെ. നേരത്തെ ചെക്ക് ചെയ്തതുപോലെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചത്, താഴെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ഫംഗ്ഷൻ, ഏതൊക്കെയാണ് ഫംഗ്ഷൻ അല്ലാത്തത്? ഗീവ് റീസൺ എന്നാണ് പറഞ്ഞത്. ഫംഗ്ഷൻ അല്ലാത്തത് ഇത് ആർക്ക് ചെയ്ത് നോക്കട്ടെ. 2, 1, 3, 1, 4, 2. എന്ത് തന്നിട്ടുണ്ട്? state in each case giving reason whether it is a function or not. 2,
3 4. ഇതൊരു ഫംഗ്ഷൻ ആണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ് 2 3 4 is the relevant domain having the ഫംഗ്ഷൻ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. 2 ന് ഒരു ഇമേജ് ആണ്, 3 ക്ക് ഒരു ഇമേജ് ആണ്, 4 ക്ക് ഒരു ഇമേജ് ആണ്. അപ്പോൾ എല്ലാ എലമെന്റും എന്തുണ്ട്? ഇമേജ് ഉണ്ട്, യൂണിക് ആണ്. സോ ഇറ്റ്സ് എ ഫംഗ്ഷൻ. ട്രൂ. ഫംഗ്ഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 2 2 2 4 3 3 3 4 4. രണ്ടാമത്തെ 2 2 2 4 പിന്നെ എന്താ 3 3 4 4 3 3 4 4. ഇതൊരു ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദിച്ചത്. അല്ല, കാരണം 2 ന് 2 ഇമേജ് ഉണ്ട്. ഇത് നിങ്ങൾ ഫംഗ്ഷൻ ആണ് ചെക്ക് ചെയ്യാൻ എന്തിനാണ്? ഇത് ഗ്രാഫ് വരച്ച് നോക്കിയാൽ മതി. ഫസ്റ്റത്തെ 2 3 4 എഴുതാം, 2 3 4. രണ്ടാമത്തെ എഴുതാം 1 1 2 1 2 എഴുതാം. 2 ന് 1 ലേക്ക്, 3 ക്ക് 1 ലേക്ക്, 4 ന് 2 ലേക്ക്. യെസ്, എല്ലാ എലമെന്റിനും ഇമേജ് ഉണ്ട്, അത് യൂണിക്കും ആണ്. ഇനി ഇവിടെ നോക്കി നോക്കൂ. സംശയം ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞേ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി. 2 3 4 2 3 2 4 3 2 3 4. 2 ന് 2 ലേക്ക് 1, 2 ന് 4 ലേക്ക് 2. ഇപ്പോൾ തന്നെ 2 ഇമേജ് ആയി. സോ ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. കാരണം there are 2 images in for one element in set A. There are 2 images in one element in set A. Okay, set A ഉള്ള ഒരു എലമെന്റ് 2 ഇമേജ് ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ഇനി അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1 2 2 3 3 4 4 5 5 6 6 7. 1 2 3 4 5 6. അത് എലമെന്റ് എന്താണോ എന്നാണ് ചോദിച്ചത്. യെസ്, അതെന്താണ്? ഇമേജ് ഉണ്ട്, കൃത്യമായിട്ട് എല്ലാത്തിനും ഇമേജ് ഉണ്ട്. എല്ലാം എന്താണ്? യൂണീക്ക് ആണ്. ചെക്ക് ചെയ്തൊക്കെ ആൻസർ മനസ്സിലാവും. അതുകൊണ്ട് എന്താണ് ഫംഗ്ഷൻ. ആ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതിയിരിക്കുന്നത് നല്ല കേട്ടോ ആ ചോദ്യങ്ങളൊക്കെ. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഒറ്റ കാര്യം ശ്രദ്ധിക്കണേ. എക്സാമ്പിൾ 12 നോക്കുക. അതിന് മുമ്പ് ചെറിയ ഡെഫിനിഷൻ എന്താ, ഡെഫിനിഷൻ ഒന്ന് വായിച്ച് നോക്കട്ടെ. ശ്രദ്ധിക്കണേ, വായിച്ച് നോക്കട്ടെ. മീൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ എഴുതാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയുള്ള ഡെഫിനിഷൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ് പറയാൻ കാരണം എ ഫംഗ്ഷൻ which has either R or one of its subset as its range is called a real valued function. A function which has either R or one of its subset, അതായത് ഫംഗ്ഷൻ റിയൽ നമ്പർ ആണോ അല്ലെങ്കിൽ അതിന്റെ സബ്സെറ്റ് ആണോ, നോ പ്രോബ്ലം. റിയൽ നമ്പർ അതിന്റെ സബ്സെറ്റോ ആയാൽ as its range is called a real valued function. A function which has either R or one of its subset as its range is called a real valued function. അവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് മനസ്സിലാക്കേണ്ടത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. അത് റിയൽ നമ്പറോ അല്ലെങ്കിൽ അതിന്റെ സബ്സെറ്റോ ആവുകയാണെങ്കിൽ ഫർദർ ഇറ്റ്സ് ഡൊമൈൻ ഈസ് ഓൾസോ either R or a subset of R, it is called a real function. അതിന്റെ ഡൊമൈൻ കൂടി അതിന്റെ രീതിയിൽ വരികയാണെങ്കിൽ എന്താണ് അതിനെ ഒരു റിയൽ ഫംഗ്ഷൻ എന്ന് പറയും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ജസ്റ്റ് നോട്ടിലേക്ക് ഒന്ന് എഴുതിയെടുത്താൽ മതി. ഓർത്ത് വെക്കട്ടെ. ജസ്റ്റ് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും ഇല്ലെങ്കിലും റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണ് അല്ലെങ്കിൽ റിയൽ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം. എക്സാമിന് ചോദിക്കാനില്ല, ഓർത്ത് വെക്കാം. ഓക്കെ, ഒരു ഗ്രാഫ് കാണാം. അതിൽ ലാസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചാപ്റ്റർ കഴിയുമ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ പേജ് നമ്പർ 37 ഗ്രാഫ് കാണാം. ഞാൻ വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. എല്ലാവരും നോക്കട്ടോ. അല്ലെങ്കിൽ അല്ലേ വേണ്ട വരച്ച് കാണിച്ചാൽ ഒന്ന് കുറച്ചുകൂടി മനസ്സിലാവും. 1 2 3 4 5 6 1 2 3 4 5 6 7 6 7. എന്താ തന്നിട്ടുണ്ട്? എക്സ് വൈ തന്നിട്ടുണ്ട്. എക്സ് വൈ തന്നിട്ടുണ്ട്. 1 2 3 4 5 1 2 3 4 5 6 7. ഏതാണല്ലേ 1 2 3 4 5 6 7. പിന്നെ എന്താ തന്നിട്ടുണ്ട്? f of x is equal to 2x plus 1. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. ഓർത്ത് വെക്കാൻ മീൻസ് എങ്ങനെ ചെയ്യുന്ന മെത്തേഡ് നോക്കിക്കോൾ. f of x is equal to 2x plus 1. ഈ ഒരു ഇക്വേഷൻ ഓർത്ത് നമ്മൾ എല്ലാത്തിനും ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്ന മോഡൽ എങ്ങനെയാണ്? f of x is equal to y എന്നാണ് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യാറുള്ളത്. f of x is equal to y. അപ്പോൾ ഈ ഒരു സാധനം എന്താണ്? y ആണ്. ഈ ഒരു സാധനം y ആണ്. അപ്പോൾ x എന്ന് പറഞ്ഞാൽ ഇവിടെ 1 2 3 4 5 6. ഈ x ന് 1 കൊടുക്കുന്ന സമയത്ത് അഥവാ f of 1 രണ്ടാമത്തെ കളി കാണാൻ നിങ്ങൾക്ക് എന്ത് കാണാം? f of 1 എന്ന് കാണാം. ഇവിടെ എന്ത് കാണാം? f of 1 equal to എന്ന് പറഞ്ഞ് കാണാം. ഈ x ന്റെ സ്ഥാനത്ത് 1 കൊടുക്കും. ഇവിടെ 1 കൊടുത്തു നോക്കും. 2 into 1 2 plus 1 എന്ന് പറഞ്ഞാൽ 3 അല്ലേ? അപ്പോൾ f of 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? f of 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? x ന്റെ സ്ഥാനത്ത് 2 കൊടുക്കും. 2 into 2 4 4 plus 1. f of 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 7. f of 4 എന്ന് പറഞ്ഞാൽ 9. f of 5 എന്ന് പറഞ്ഞാൽ 2 into 5 10 10 plus 1 11. f of 6
13. അപ്പോൾ 7 15. 2 into 7 plus 1. അങ്ങനെയാണ് എഫ് ഓഫ് എക്സ് കാണൽ കേട്ടോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x plus 1 ആണെങ്കിൽ എഫ് ഓഫ് 1 കാണാനുണ്ടാവും, എഫ് ഓഫ് 2 കാണാനുണ്ടാവും, എഫ് ഓഫ് 3 കാണാനുണ്ടാവും, എഫ് ഓഫ് 4 കാണാനുണ്ടാവും, എഫ് ഓഫ് 5, എഫ് ഓഫ് 6, എഫ് ഓഫ് 7 അങ്ങനെ ഏതും ചോദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും എടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇനി ഒരു കാര്യം കൂടി കഴിഞ്ഞാൽ എന്തായി, ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഒറ്റ കാര്യം കൂടിയാണ് പഠിപ്പിക്കാനുള്ളത്, അതായത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അത് നമുക്ക് നോക്കാം. ഈ വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എന്താകും അടുത്ത ഒരു വീഡിയോയിലേക്ക് അതായത് എക്സ്റ്റെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും പേജ് നമ്പർ 44 എടുക്കുക. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 44 എക്സസൈസ് 2.3 എക്സസൈസ് 2.3. ഓക്കെ, അതിൽ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, എല്ലാവരും റീഡ് ചെയ്യാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി following relations are functions? Which of the following relations are functions? താഴെ തന്നിരിക്കുന്ന റിലേഷനിൽ ഏതൊക്കെയാണ് ഫങ്ഷൻസ്? ഞാൻ പറഞ്ഞു ഓർമ്മണ്ടോ? എല്ലാ റിലേഷനും ഫങ്ഷൻ ആണോ? ആണോ? എല്ലാ റിലേഷനും ഫങ്ഷൻ ആണോ? അല്ല. പക്ഷെ എല്ലാ ഫങ്ഷനും എന്താണ്? റിലേഷനാണ്. ഗിവ് റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫങ്ഷൻ ആണെങ്കിൽ റീസൺ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇഫ് ഇറ്റ് ഈസ് എ റിലേഷൻ ഡിറ്റർമിൻ ഇറ്റ്സ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ ഡൊമൈൻ റേഞ്ച് ചെയ്താൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഏതാണ്? 2,1 5,1 8,1 11,1 14,1 17,1. ഇത് ഫംഗ്ഷൻ ആണെന്നാണ് ആദ്യത്തെ ചോദ്യം. ഇത് ഫംഗ്ഷൻ ആണ് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താക്കാം, ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നോക്കിയാൽ തന്നെ കിട്ടും. 2 5 8 11 14 17 എല്ലാം യുണീക്കാണ്. എല്ലാം യുണീക്കാണ്. 2 ഇമേജ് ഉണ്ടോ? ഇല്ല. അപ്പം ഇതെന്താണ്? ഫംഗ്ഷൻ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2 5 8 11 14 17 ഇവിടെ ആകെ ഒരു എലമെന്റേ കാണുള്ളൂ അല്ലേ? 2 1ലേക്കാണ്, 5 1ലേക്കാണ്, 8 1ലേക്കാണ്, 11 1ലേക്കാണ്, 14 1ലേക്കാണ്, 17 1ലേക്കാണ്. അപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്താ? ഫസ്റ്റ് ഡൊമൈൻ 2 5 8 2 5 8 11 17 ആണ് ഇതിന്റെ ഡൊമൈൻ. റേഞ്ചോ ജസ്റ്റ് ഓർത്ത് വെക്കുക, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. അപ്പൊ അതിന്റെ റീസൺ എന്താണ്? എവറി എലമെന്റ് ഈസ് സെറ്റ് ആസ് യൂണിക് ആൻഡ് ഇമേജ് ഇൻ സെറ്റ് ബി. ഓക്കെ, ഇതിന്റെ റീസൺ അത്ര ചെയ്യാൻ മതി കേട്ടോ. എല്ലാ സെറ്റ് ചെയ്യാനുള്ള എല്ലാ എലമെന്റും ഉണ്ട്, ഇമേജ് ഉണ്ട്, അത് യൂണിക്കും ആണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 1 4 2 6 3. ഓൺ നമ്പർ അല്ല, 2 1 4 2 6 3. 2 1 4 2 6 3. 8 4 10 5. 8 4 10 5. 12 6 14 7. 12 6 14 7. 2 4 6 8 10 12 14. എല്ലാത്തിനും എന്തുണ്ട്? ഇമേജ് ഉണ്ട്. അതെന്താണ്? യുണീക്കും ആണ് അല്ലേ? അതെന്താണ്? യുണീക്കും ആണ്. അതുകൊണ്ട് എന്താണ്? ഫംഗ്ഷൻ ആണ്. നോക്കി നോക്കൂ, 2 4 6 8 10 12 14 എല്ലാം ഡിഫറെന്റ് ആണ്. എല്ലാത്തിനും എന്തുണ്ട്? ഇമേജ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡൊമൈൻ നോക്കാം. 2 4 ഫസ്റ്റ് എലമെന്റ് സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെന്റ് ഇൻ ഓർഡർഡ് പെയർ. നമ്മളിപ്പോൾ ഓർഡർഡ് പെയർ ഇതാണ്, x, y ഇതാണ്. ഈ x ന്റെ പറഞ്ഞ പേര് എന്താണ്? ഡൊമൈൻ. x ന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഡൊമൈൻ, y ക്ക് കിട്ടുന്ന വാല്യൂ ആണ് റേഞ്ച്. ഓർമ്മല്ലേ? അപ്പൊ ആദ്യത്തെ എലമെന്റ് ഡൊമൈൻ, രണ്ടാമത്തെ എലമെന്റ് റേഞ്ച്. അതാണ് കൺസെപ്റ്റ് കേട്ടോ. അപ്പൊ അതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കൂ. 1 3 1 5 2 5. 1 3 1 5 2 5. ഇതിന്റെ ഡൊമൈൻ എന്താ? 1 1 2. പക്ഷേ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് ഫംഗ്ഷൻ ആണോ ചോദിച്ചിട്ടുണ്ട്. ഇത് ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ ആണെങ്കിലും അല്ലെങ്കിലൊക്കെ ഡൊമൈനും റേഞ്ചും ഉണ്ടാവും. പക്ഷേ ഇത് ഫംഗ്ഷൻ ആണോ? ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈനും റേഞ്ച് ചെയ്താൽ മതി. ചോദ്യത്തിൽ തന്നത് ഫംഗ്ഷൻ ആണെങ്കിൽ ഡൊമൈനും റേഞ്ച് ചെയ്താൽ. ഇത് ഫംഗ്ഷൻ ആണോ?
അല്ല, കാരണം 1 എന്ന എലമെന്റിൽ എത്ര ഇമേജ് ഉണ്ട്? 1 എന്ന എലമെന്റിൽ എത്ര ഇമേജ് ഉണ്ട്? 3 ലേക്കും ഉണ്ട് 5 ലേക്കും ഉണ്ട്, 2 ഇമേജ് ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. എഴുതിയെടുക്കും കേട്ടോ, ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമുള്ള ഭാഗമല്ലേ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, നേരത്തെ തന്ന അതേ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 3. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ഭാഗമാണ്, അതുകൊണ്ടാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തത്. 2 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കാനുണ്ട്, ഗ്രാഫ് പഠിക്കാനുണ്ട്, അതേപോലെ രണ്ടാമത്തെ ഒരു ഭാഗം പഠിക്കാനുണ്ട്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. f(x) = 2x - 5 എന്ന് തന്നിട്ടുണ്ട്. ആണല്ലേ? (2x - 5) എന്ന് തന്നിട്ടുണ്ട്. അതിൽ അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? f(0) കണ്ടുപിടിക്കാനാണ്. f(0) എന്നാൽ 2ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? x-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 0. x-ന്റെ സ്ഥാനത്ത് 0 കൊടുക്കുമ്പോഴാണ് f(0) ആവുന്നത്. 2 × 0 - 5 that is equal to 2 × 0 എന്നാൽ 2 എന്ന് എഴുതിയേക്കരുത്. ഇതാണ് f(0). ഓക്കെ, എന്താണ് f? അടുത്തത് എന്താണ് പഠിക്കേണ്ടത്? f(1). അടുത്ത ക്വസ്റ്റ്യൻ f(1) അല്ല f(7). അപ്പോൾ x-ന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 2 × 7 എന്നാൽ എത്ര? 14 - 5 that is equal to f(7) എന്നാൽ എത്രയാണ്? ഇനി നിങ്ങൾ എന്നെ ഇപ്പം തന്നെ എന്തെടുക്കുക? f(-3) ഒന്ന് ചെയ്ത് നോക്കൂ. f(-3) ഒന്ന് ചെയ്ത് നോക്കൂ. f(-3) ചെയ്തു നോക്കൂ. എനിക്ക് ഉത്തരം കാണാൻ നോക്കട്ടോ. വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ 2 × -3 -6 - 5 that is equal to, ഇത് തെറ്റിക്കുന്ന ആൾക്കാരുണ്ട്. എത്ര പേര് കിട്ടിയിട്ടുണ്ട്? നിങ്ങൾ എന്താക്കാം, നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക കേട്ടോ. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 4. അപ്പോൾ നിങ്ങൾ എന്നെ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ത് പറയുന്നുണ്ട്? t(c) = എന്ത് തന്നിട്ടുണ്ട്? 9c / 5 + 2 തന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് t(0) കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, t(28) കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, t(-10) കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 0 പറഞ്ഞാൽ c-ന്റെ സ്ഥാനത്ത് 0 കൊടുക്കാം. 28 ആണെങ്കിൽ t-ന്റെ സ്ഥാനത്ത് 28 കൊടുക്കാം. അത്രേ ഉള്ളൂ കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. 212 c 212 ആവുന്നത്, t(c) 212 ആവുന്നത് എപ്പോഴാണ്? അങ്ങനത്തെ c-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. t(c) എത്ര തന്നിട്ടുണ്ട്? 212 എന്ന് തന്നിട്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാം. അതിലുള്ള നാലാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ നമ്മൾ എന്ത് തന്നിട്ടുണ്ട്? ക്വസ്റ്റ്യനിൽ 9c/5 + 32 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? t(c)ന്റെ സ്ഥാനത്ത് 212 കൊടുത്തു. ഇനി നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. 212 കൊടുത്താൽ ശ്രദ്ധിച്ചോളൂ, +32 നമ്മൾ കൊണ്ടുവന്നാൽ -10 = 9c/5. ഓക്കെ, അപ്പോൾ 212 - 32 എന്ന് പറഞ്ഞാൽ 2/0, 1/2. സോറി 180 = 9c/5. അപ്പോൾ 5 × 180 ആകുമ്പോൾ എത്ര? 5 × 100 500 900. അപ്പോൾ 900. 180 × 5 = 9c. That is equal to 900 = 9c. c = 900 / 9. That is equal to 100. ഓക്കെ, ഇതാണ് c എന്ന് പറഞ്ഞത്. c-ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. അപ്പോൾ c കൃത്യമായിട്ട് മനസ്സിലാക്കുക. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് തന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ തന്നിട്ടുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൻ്റെ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇനി ഗ്രാഫിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ശ്രദ്ധിക്കാം. മിസലേനിയസ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. എല്ലാ പാഠത്തിൻ്റെയും ബേക്കിൽ മിസലേനിയസ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാം. അത് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഭാഗമാണ്. അത് നിങ്ങൾ ചെയ്യേണ്ട രീതി എന്താണെന്ന് വെച്ചാൽ, മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് ചെയ്ത് പഠിക്കുക. കംപ്ലീറ്റ് മിസലേനിയസ് എക്സാമ്പിൾസും നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ 100% ഉറപ്പാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാനുള്ള വകുപ്പ് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് പഠിക്കണം. അതിൽ സംശയങ്ങൾ വരുമ്പോൾ ചോദിച്ച് തീർക്കണം കേട്ടോ. ഓക്കെ,
കുറച്ച് എക്സാമ്പിൾസ് വേണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതിൽ ഗ്രാഫും മറ്റേ കാര്യം നമുക്ക് എന്താക്കാനുണ്ട്, ചെയ്ത് തീർക്കാനുണ്ട്. ഓക്കെ, വളരെ എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. നിങ്ങൾ തന്നെ ചെയ്ത് നോക്കട്ടെ. നമുക്കിതിൽ ഏതെങ്കിലും ഭാഗങ്ങൾ ചെയ്യാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, സംശയങ്ങളൊക്കെ ചോദിച്ച് തീർക്കാം. ഇനി ഞാൻ മെല്ലെ താൽക്കാലികമായിട്ട് ഞാൻ എന്താക്കാണ്, ഗ്രാഫിലേക്ക് നീങ്ങുകയാണ്. ആ ഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിസ്സലേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് എന്താക്കാം, ഈ വീഡിയോ അല്ല വരുന്ന വീഡിയോ കൊണ്ട് നമുക്ക് എന്താക്കാം, ചാപ്റ്റർ അവസാനിപ്പിക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എടുക്കുക, നോട്ട്ബുക്ക് നോക്കുക കേട്ടോ. നോട്ട്ബുക്ക് എടുക്കുക. അതിൽ ചെറിയൊരു സൈഡിങ് എഴുതാനുണ്ട്. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഴുതിക്കോളൂ. Some functions and their graphs. Some functions and their graphs. ടെക്സ്റ്റ് ബുക്കുള്ള ആൾക്കാർ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. അതിൽ നമ്മൾ ഇന്നൊരു 3-4 ഗ്രാഫേ പഠിപ്പിക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി നമുക്ക് എന്താക്കാം, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് പിക്ചർ കാണാം. 2.4.1 ഫസ്റ്റ് പിക്ചർ കാണാം. ഈ ഒരു ചിത്രം കാണുന്നുണ്ടോ? ഞാൻ ബോർഡ് പേജ് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. സാധാരണ ഗ്രാഫ് എന്താ നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 1, 2, 3, 4, 1, 2. കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചവർക്കുണ്ടോ കോർഡിനേറ്റ് അഥവാ സൂചക സംഖ്യ എന്ന് പറഞ്ഞ പാഠം? -1, 2, 3, 4, -1, -2, -3, -4, -1, -2, -3, -4, 1, 2, 3. ഫസ്റ്റ് നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കാം. ഫസ്റ്റ് ഒരു അതിന്റെ എക്സ്പ്ലനേഷൻ വരുന്നത് നോക്കട്ടോ. ഐഡന്റിറ്റി ഫംഗ്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ വരയ്ക്കാൻ പോകുന്ന ഗ്രാഫിന്റെ പേരെന്താണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ. എഴുതി വെച്ചോളൂ. ചിലപ്പോൾ ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഇതിൽ 5-6 ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഗ്രാഫിന്റെ ചിത്രം തരും, ഡൊമൈൻ റേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ശ്രദ്ധിച്ചോളൂ. ലെറ്റ് R be the set of real number. ക്യാപിറ്റൽ ലെറ്റർ എന്നും R എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഡിഫൈൻ ദ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് അതിന്റെ സബ്സെറ്റ് ഓഫ് ഡൊമൈൻ റേഞ്ച് എന്താകാം, റിയൽ നമ്പർ ആകാം. ഫംഗ്ഷൻ f from R to R. ഓർത്ത് കേട്ടോ. അതിന്റെ ഡെഫിനിഷൻ വരുന്നതാണ് റിയൽ നമ്പർ ആണ്. അതിന്റെ ഫംഗ്ഷൻ വരുന്നത് റിയൽ നമ്പർ ടു റിയൽ നമ്പർ f from R to R by y is equal to f of x. y is equal to ഇതാണ് അതിന്റെ ഇക്വേഷൻ. ഓർത്തേണ്ട ഇക്വേഷൻ ഇതാണ്. ഇതിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. y is equal to f of x is equal to x. കാണുന്നുണ്ടോ? y is equal to f of x is equal to x. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കേട്ടോ. അതിനർത്ഥ y-യും x എന്താണ്, ഈക്വൽ ആണ്. നമ്മൾ സാധാരണ ഒരു ഓർഡേർഡ് പേര് ഇതിൽ x, y അല്ലേ. അപ്പൊ റിയൽ നമ്പർ ആണ് f, x ഉം r ആണ്, y ഉം r ആണ്. അപ്പൊ ഏതൊക്കെ വരാം? 1 1 1 2 സോറി 1 y x ഈക്വൽ അല്ലേ. 1 1 2 2 3 3 4 4 5 5 6 6 7 7 അങ്ങനെ ഇഷ്ടംപോലെ ഇൻഫിനിറ്റി വരെ നമുക്ക് 1 1 2 2 3 3 4 4 5 5 6 6. അതിനെ ഇനി എങ്ങനെ ഗ്രാഫായിട്ട് വരക്കാനാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, ഐ റിപ്പീറ്റ്. നമ്മൾ ഫസ്റ്റ് പഠിപ്പിക്കാൻ പോകുന്ന ഗ്രാഫിന്റെ പേര് എന്താണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ. എന്താണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ? അതിന്റെ ഡെഫിനിഷൻ എന്താ വരുന്നത്? f from R to R by y is equal to f of x is equal to x. ഈ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. ഞാൻ പറയുന്ന ഗ്രാഫും ഈ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചാൽ മതി. y equal to f of x equal to x എന്താ? y equal to x തന്നെയാണ്. ഓക്കെ, അതായത് 1 1 2 2 3 3 4 4. നോക്കി നോക്കൂ. x 1 ആണ്, y 1 ആണ്. നമുക്കറിയാം ഇത് x അക്ഷമാണ്, അഥവാ x ആക്സിസ് ആണ്. ഇത് y ആക്സിസ് ആണ്. ഇതിനെ നമ്മൾ x ഡാഷ് എന്ന് വിളിക്കും. ഇതിനെ നമ്മൾ y ഡാഷ് എന്ന് വിളിക്കും. x1 y1 എവിടെ വരും? എല്ലാവരും സ്കെയിലും പെൻസിലും എടുത്ത് വൃത്തിയിൽ വരക്കണേ. സ്കെയിലും പെൻസിലും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വൃത്തിയിൽ വരയ്ക്കുക. x1 y1. അടുത്ത x2 y2. x2 y2. അടുത്ത x3 y3. ഇതെന്നെ തിരിച്ചു വരാം. -1 -1 -2 -2 തിരിച്ചിട്ടോ. -1 -1 -2 -2 -3 -3 ഇങ്ങനെ തിരിച്ചു പോവാം. അപ്പോൾ x -1 ആണ്, y എന്താണ്? x -2 ആണ്, y എന്താണ്? x -3 ആണ്, y എന്താണ്? ഇതെല്ലാം കൂടി യോജിപ്പിച്ചു പോകും. 0 0
അപ്പോൾ പറ്റും 0. ഓക്കെ, ഈ ഒരു ഗ്രാഫാണ് നിങ്ങൾക്ക് ഏറ്റവും ഫസ്റ്റ് കാണാൻ പറ്റുക. കണ്ടോ, ആ ഒരു വര വന്നേ കണ്ടോ? എക്സും 1ഉം എന്താണ്, സോറി എക്സും വൈയും എന്താണ്, ഈക്വൽ ആണ്. അതുകൊണ്ട് 1 1 2 2 3 3 -1 -2 -2 -3 -3 0 0 അങ്ങനെ വരും. എൻ്റെ ചോദ്യം ബുദ്ധിമാന്മാരായ ആൾക്കാരോടാണ്. ആർക്കൊക്കെ ഉത്തരം കിട്ടാൻ നോക്കട്ടെ. ഈ ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്? ഡൊമൈൻ അത് പരീക്ഷ ചോദിക്കാനാണ്. ഈ ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്? എത്ര പേര് കിട്ടിയിട്ടുണ്ട്? യെസ്, റിയൽ നമ്പറാണ്. നമുക്ക് എല്ലാ നമ്പറും കൊടുത്തൂടെ? 1 കൊടുക്കാം, 2 കൊടുക്കാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് കൊടുക്കാൻ പറ്റിയല്ലോ. എക്സിന് ഏതൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഡൊമൈനാണ്. നമുക്ക് എക്സ് ആക്സിൽ ഏതൊക്കെ കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ഡൊമൈനാണ്. 1 കൊടുക്കാം, 2 കൊടുക്കാം, 3 കൊടുക്കാം, 4 കൊടുക്കാം, അപ് ടു ഇൻഫിനിറ്റി വരെ കൊടുക്കാം. -1 കൊടുക്കാം, -2 കൊടുക്കാം, -3 കൊടുക്കാം. ഇനി 1.1 കൊടുക്കണം, 1.1 കൊടുക്കാം. നോക്കി നോക്കൂ, 1.1 കൊടുക്കണ വാല്യൂ എന്തായിരിക്കും? 1.1 ആയിരിക്കും. കാരണം ഫംഗ്ഷൻ എന്താണ്? f ഫ്രം r to r ആണ്. റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പർ, നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ എന്തേ പറ്റുള്ളൂ? n to n ആണെങ്കിൽ എന്തേ പറ്റുള്ളൂ? 1.1 ഒന്നും പറ്റൂല, 1 2 3 പറ്റുള്ളൂ. പക്ഷെ ഇവിടെ എന്താണ്? r to r ആണ്. അപ്പോൾ നമുക്ക് എന്താക്കാം? ഏത് കൊടുക്കാം? ഓക്കെ, റേഞ്ചോ അതും എന്താണ്? റിയൽ നമ്പർ തന്നെയാണ്. നമുക്ക് എന്താക്കാം? 1 2 3 മേലോട്ട് 3 കൊടുക്കാൻ താഴെ പോവാം. ഓക്കെ, 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് പേര് ഓർത്ത് വെക്കാം, ഐഡന്റിറ്റി ഫംഗ്ഷൻ. രണ്ടാമത് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഗ്രാഫ് ഈ രീതിയിലല്ല, ആക്സിൽ കൂടെ പോകുന്നത്, ഒറിജിനിൽ കൂടെ പോകുന്നത്. അതിന്റെ ഡൊമൈൻ എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ R ആണ്. റേഞ്ചും എന്താണ്? ക്യാപിറ്റൽ ലെറ്റർ R ആണ്. എന്താ? റിയൽ നമ്പർ കേട്ടോ, റിയൽ നമ്പർ. ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സംശയമൊന്നുമില്ലല്ലോ. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒരൊറ്റ ഗ്രാഫ് കൂടി പഠിപ്പിച്ച് നമുക്ക് എന്താക്കാം? ഈ ക്ലാസ് ഇവിടെ വൈകിട്ട് ഒറ്റ ഗ്രാഫ് കൂടി അടുത്ത ബാക്കി ഗ്രാഫുകൾ നമുക്ക് 4-5 ഗ്രാഫുകൾ പഠിക്കാനുണ്ട്. ബാക്കി ഗ്രാഫുകൾ എന്താക്കാം? നമുക്ക് അടുത്ത ക്ലാസ്സോട് കൂടി പഠിക്കാം. ഓക്കെ, രണ്ടാമത്തെ ഗ്രാഫിന്റെ പേരാണ് എന്ത്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എന്ത്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. നിങ്ങൾക്ക് ആ വാക്ക് തന്നെ കിട്ടും, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. രണ്ടാമത്തെ കേട്ടോ, ഇതേപോലെ ഗ്രാഫ് വരയ്ക്കാം. നിങ്ങൾ കറക്റ്റ് സ്കെയിലിൽ അടയാക്കട്ടെ. അതിന്റെ ഡെഫിനിഷൻ നോക്കിക്കോളൂ കേട്ടോ. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഡിഫൈൻ എ ഫംഗ്ഷൻ f ഫ്രം r to r. എല്ലാത്തിന്റെയും ഡിഫൈൻ ഡെഫിനിഷൻ എവിടെ ആണ്? r to r ആണ്. റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക്. ഓക്കെ, y is equal to f of x is equal to y is equal to f of x is equal to c. എന്താ c? അതിൽ പറയുന്നത് c where x belongs to r. c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആട്ടോ. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിന് ഡിനോട്ട് ചെയ്യുന്ന പേരാണ് c. c is a constant and each x belongs to r. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ നമ്പർ. ഓക്കെ, y is equal to c ആണ്. y is equal to ഇനി x equal to c ആക്കണമെങ്കിൽ ഇതിൽ പറഞ്ഞാൽ എന്താണ്? f of x is equal to y is equal to f of x is equal to c എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 3 എന്ന് കൊടുക്കാം. c ആയിട്ട് ഞാൻ ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കും. അപ്പോൾ ഞാൻ f of x is equal to ഇങ്ങനെ കൊടുക്കാം, c എന്ന് കൊടുക്കാം. ഓക്കെ, y is equal to c ആണ്, f of x is equal to എന്ത് കൊടുക്കാം? ഈ ഗ്രാഫ് ശ്രദ്ധിച്ചോ. ഇപ്പോൾ ഈ ഗ്രാഫിൽ എടുത്ത് ശ്രദ്ധിച്ചു നോക്കൂ. c ആയിട്ട് ഏതെങ്കിലും ഒരു നമ്പർ എടുത്തു. ഈ ഗ്രാഫിൽ നിന്നാണ് പോകുന്നത് 0 1 2 3 4 5 -1 -2 നിങ്ങൾക്ക് ഏത് നമ്പർ കൊടുക്കട്ടോ? ഞാൻ 2 എന്ന നമ്പർ കൊടുത്തു. c ആയിട്ട് എന്തെടുത്തു? c equal to 2 എന്നെടുത്തു. f of 1 കൊടുത്താൽ f of 0 കൊടുത്ത് നോക്കിക്കോളൂ. f of 0 equal to 2. അപ്പോൾ x ന് 0 കൊടുത്തപ്പോൾ y എന്ത് കിട്ടി? 2 കിട്ടി. f ന് 1 കൊടുത്തപ്പോൾ y എന്ത് കിട്ടി? 2 കിട്ടി. f ന് 1 കൊടുത്തപ്പോൾ y 2. f ന് 2 കൊടുത്തപ്പോൾ y 2. f ന് 3 കൊടുത്തപ്പോൾ y 2. f ന് -1 കൊടുത്തപ്പോൾ y 2. f ന് -2 കൊടുത്തപ്പോൾ y 2. f ന് -3 കൊടുത്തപ്പോൾ y 2.
കാരണം സി എന്നാൽ കോൺസ്റ്റന്റ് ആണ്, അത് മാറില്ല. കോൺസ്റ്റന്റ് ആണ്, അത് മാറില്ല. 2 ആണെങ്കിൽ 2 മാത്രം, 3 ആണെങ്കിൽ 3 മാത്രം, 4 ആണെങ്കിൽ 4 മാത്രം. അങ്ങനെയാണ് ഗ്രാഫ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, കോൺസ്റ്റന്റ്. ഇനി 2 അല്ലെങ്കിൽ 3 ആണ് കൊടുക്കുന്നെങ്കിൽ ആ ഗ്രാഫ് ഇങ്ങനെ വരും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നമ്പർ 1.5 ആണെങ്കിൽ എന്ത് വരും? ഇങ്ങനെ വരും. നമ്മൾ ജനറലി ഒരു സി എന്നുള്ളതിനെ പെട്ടെന്നാക്കിയിട്ടുള്ളൂ, സി എന്ന് കൊടുത്ത് അടയാളപ്പെടുത്തുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ഏത് നമ്പറാണോ എടുക്കുന്നത് ആ നമ്പറിനനുസരിച്ച് ഒരു കോൺസ്റ്റന്റ് ഗ്രാഫ് പാരലൽ ടു എക്സ് ആക്സിസ് തിരിച്ചു വരാം, പാരലൽ ടു വൈ ആക്സിസും വരാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എക്സ് ഇസ് ഈക്വൽ ടു പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു സി എടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡെഫിനേഷൻ ജസ്റ്റ് നോക്കി വെക്കാം. ഇതൊന്നും പരീക്ഷയ്ക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാറില്ല, എന്നാലും നിർഭാഗ്യവശാൽ ചോദിച്ചാൽ എന്താക്കാം, ജസ്റ്റ് നോക്കി വെക്കാനുള്ളൂ. അത്ര ടഫുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇത് കണ്ട ഗ്രാഫ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണത് അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് എന്ന്. നിങ്ങൾ ഗ്രാഫ് കണ്ട കോൺസ്റ്റന്റ് ആണ്, ഒരേ വരയുടെ രീതിയിൽ പോകുന്നത്, ചെരിവില്ല, അങ്ങനെ സ്ലോപ്പ് ഒന്നുമില്ല, ഒറ്റ സ്ട്രൈറ്റ്, ഇങ്ങനെയൊന്നുമല്ല, ചെരിഞ്ഞിട്ടൊന്നുമല്ല പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് 2 ഗ്രാഫുകളാണ്. അതിൽ ഒന്നാമത്തെ ഗ്രാഫിന്റെ പേര് എന്തായിരുന്നു? പറ. ഐഡന്റിറ്റി ഫംഗ്ഷൻ. അതിന്റെ ക്രോസിലാണ് വരുന്നത്. എഫ് ഫ്രം ആർ ടു ആർ ആണ്. y is equal to f of x is equal to x ആണ്. അതായത് x ഉം y ഉം ഈക്വൽ. അപ്പോൾ അതിന്റെ ഗ്രാഫ് ഈ രീതിയിൽ വരും. രണ്ടാമത് പഠിച്ചത് അതിന്റെ ഡൊമൈനും റേഞ്ചും പഠിച്ചു. ഡൊമൈൻ r ആണ്, റേഞ്ചും എന്താണ്? r ആണ്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഓക്കെ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അത് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചു. ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളെ നന്നായിട്ട് പഠിക്കുക. റിലേഷൻ ആ ഫംഗ്ഷൻ നല്ല രീതിയിൽ പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ഒരു 5-6 മാർക്ക് നിങ്ങൾക്ക് എന്താക്കാം പരീക്ഷയ്ക്ക്, മെയിൻ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് ഡൊമൈൻ റേഞ്ച് തന്നെയാണ്. അതിൽ ഡൊമൈൻ റേഞ്ച് കണ്ടുപിടിക്കാൻ ഒരുപാട് വഴികൾ നമുക്ക് എന്താക്കാനുണ്ട്, ഇനി കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഫംഗ്ഷൻ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കണ്ടു, അതേപോലെ നമ്മൾ ഗ്രാഫിൻ്റെ കുറച്ച് കാര്യങ്ങളും കണ്ടു. എക്സസൈസ് 2.3 ഏകദേശം അതിൻ്റെ ഏറ്റവും അവസാനത്തെ എക്സസൈസ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്. ഇതിൽ 4-5ഓളം ക്വസ്റ്റ്യൻസ് ആണ് ആകെയുള്ളത്. ഇതിൽ 3 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടി അതിൽ ബാക്കിയുണ്ട്. അത് നമുക്ക് എന്താക്കാം, അടുത്തൊരു വീഡിയോ കൂടി അവസാനിപ്പിക്കാം. അതുവരേക്കും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും നല്ല ഒരു മാർക്ക് കിട്ടുന്ന സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.